നമസ്കാരം. ഒരു കാലത്ത് കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് വിലാസമായിരുന്നു PSC. ഒരു ജോലി നേടണമെങ്കിൽ പഠിക്കണം, മത്സരിക്കണം, അർഹത തെളിയിക്കണമെന്ന വിശ്വാസത്തിന്റെ പേരായിരുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്നാൽ ഇന്ന് ഓരോ പുതിയ വിവാദവും ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഈ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം പഴയതുപോലെ ശക്തമാണ്? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ പിഴവിനെ കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ ഒരു സാങ്കേതിക തെറ്റ് എന്നതിലുപരി മത്സര പരീക്ഷകളെ ജീവിത ലക്ഷ്യമാക്കിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കുന്ന സംഭവം കൂടിയാണ്. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് തന്റെ ഉത്തരക്കടലാസ് കൃത്യമായി വിലയിരുത്തപ്പെടണമെന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ വിശ്വാസത്തിന് മങ്ങലേൽക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു റാങ്ക് മാത്രമല്ല, ഒരു തലമുറയുടെ ആത്മവിശ്വാസം കൂടിയാണ്. ആസൂത്രണ ബോർഡിൽ ചീഫ് നിയമനത്തിനുള്ള പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലാണ് PSCക്ക് പിഴവ് സംഭവിച്ചത്. ചില ചോദ്യങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തിയ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ ഉപേക്ഷിച്ചു. 10 ഉത്തരങ്ങൾ വരെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതിയവർ ഫീസ് അടച്ച് ഉത്തരക്കടലാസിന്റെ പകർപ്പെടുത്തപ്പോഴാണ് ക്രമക്കേട് ശ്രദ്ധയിൽ വന്നത്. ആലപ്പുഴ മുഹമ്മദ് സ്വദേശിയായ ഉദ്യോഗാർത്ഥി ഒന്നാം പേപ്പറിൽ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയിട്ടേയില്ല. ആകെയുള്ള 100 മാർക്കിൽ 58ഉം ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കുള്ളതാണ്. ബാക്കിയുള്ള ഉത്തരങ്ങളുടെ മാർക്ക് മാത്രമാണ് ഇദ്ദേഹത്തിന് അനുവദിച്ചത്. ഇതിനെതിരെ ഉദ്യോഗാർത്ഥി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറി തലത്തിൽ ഉയർന്ന നിലയിലുള്ള തസ്തികയ്ക്ക് 2022 വിജ്ഞാപനം വന്നത്. 1,23,700 മുതൽ 1,66,800 ആണ് ശമ്പള സ്കെയിൽ. 2023 ജൂലൈയിലാണ് പരീക്ഷ നടത്തിയത്. വിവരണാത്മക രീതിയിൽ 2 പേപ്പറാണ് പരീക്ഷയ്ക്കുള്ളത്. 2025 ഫെബ്രുവരിയിൽ ചുരുക്കപ്പട്ടികയും അതിൽ ഉൾപ്പെട്ടവർക്ക് അഭിമുഖം നടത്തി ആ വർഷം മെയ് 31 റാങ്ക് പട്ടികയും പ്രസിദ്ധീകരിച്ചു. ഒരു ഒഴിവാണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് 2025 ജൂൺ 23 ഒന്നാം റാങ്കുകാരന് നിയമന ശുപാർശയും അയച്ചു. മൂല്യനിർണ്ണയത്തിൽ പരാതി ഉള്ളവർ ഉത്തരക്കടലാസിന്റെ പകർപ്പിന് അപ്പോൾ തന്നെ അപേക്ഷ നൽകിയെങ്കിലും 1 വർഷത്തോളം എടുത്താണ് PSC അത് നൽകിയത്. ശരിയായ രീതിയിൽ മൂല്യനിർണ്ണയം നടത്തി റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്ന കാലയളവിൽ PSCയെ ചുറ്റിപ്പറ്റി നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി, നിയമനങ്ങളിലെ കാലതാമസം, താൽക്കാലിക നിയമനങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങൾ, വിവിധ നിയമനങ്ങളിലെ സുതാര്യതയെ ചോദ്യം ചെയ്ത പ്രതിപക്ഷ ആരോപണങ്ങൾ, പിൻവാതിൽ നിയമനമെന്ന രാഷ്ട്രീയ വിമർശനം എന്നിവയൊക്കെ പൊതു ചർച്ചകളിൽ ഇടം പിടിച്ചു. ഈ ആരോപണങ്ങളെ സർക്കാർ പല ഘട്ടങ്ങളിലും നിഷേധിക്കുകയും നിയമനങ്ങൾ നിയമാനുസൃതമാണെന്ന് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോ പുതിയ വിവാദവും ഉയരുമ്പോഴും പഴയ ചോദ്യങ്ങൾ വീണ്ടും പൊതുസമൂഹത്തിൽ ഉയരുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ മൂല്യനിർണ്ണയത്തിലെ പിഴവെന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണോ, അതോ കൂടുതൽ ശക്തമായ പരിശോധനയും മേൽനോട്ടവും ആവശ്യപ്പെടുന്ന ഒരു മുന്നറിയിപ്പാണോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. തൽപര കക്ഷികളെ തിരികെ കയറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഉറക്കമിളച്ച് പഠിച്ചവന്റെ ഉത്തരക്കടലാസിൽ അറിഞ്ഞുകൊണ്ട് വന്ന പിഴവാണോ ഉത്തരങ്ങൾ നോക്കാതെ പോയത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാവുകയാണ്. പരീക്ഷാ സംവിധാനത്തിൽ മനുഷ്യ പിശകുകൾ സംഭവിക്കാം. എന്നാൽ അത്തരം പിശകുകൾ വേഗത്തിൽ കണ്ടെത്തുകയും സുതാര്യമായി തിരുത്തുകയും ബാധിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്ഥാപനത്തിനും സർക്കാരിനുമുണ്ട്. കേരളത്തിലെ യുവതലമുറ ഇന്ന് തൊഴിൽ പ്രതിസന്ധിയെയും കടുത്ത മത്സരത്തെയും നേരിടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ PSC പോലുള്ള സ്ഥാപനങ്ങളോടുള്ള വിശ്വാസം സംരക്ഷിക്കുന്നത് ഭരണകൂടത്തിന്റെ പ്രധാന ഉത്തരവാദിത്വമാണ്. ഒരു പരീക്ഷയോ മൂല്യനിർണ്ണയത്തിലോ ഉണ്ടാകുന്ന പിഴവ് അത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പ്രതീക്ഷകളെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ സംഭവത്തിൽ സത്യാവസ്ഥ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരികയും പിഴവിന്റെ കാരണം വ്യക്തമാക്കുകയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ജനാധിപത്യത്തിൽ വിശ്വാസം നേടിയെടുക്കാൻ പ്രസ്താവനകൾ മാത്രം പോരാ, സുതാര്യതയും ഉത്തരവാദിത്വവുമാണ് ഏറ്റവും വലിയ മറുപടി. കേരളത്തിലെ യുവാക്കൾ PSCയെ ഇന്നും ഒരേ ആത്മവിശ്വാസത്തോടെ നോക്കിക്കാണുന്നുണ്ട്. ആ വിശ്വാസം വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനും PSCക്കുമാണ്. കാരണം മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിന് മുൻപ് സംവിധാനമാണ് ജനങ്ങളുടെ വിശ്വാസ പരീക്ഷയിൽ വിജയിക്കേണ്ടത്.